ഇതിനെ വരുന്ന മറ്റൊരു വാർത്ത, സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര പരാതിയുമായി വനിതാ ഉദ്യോഗസ്ഥർ വാട്സാപ്പിൽ ദുരുദ്ദേശ സന്ദേശങ്ങൾ അയച്ചുവെന്ന പരാതിയിൽ തിരുവനന്തപുരം റേഞ്ച് DIG അന്വേഷണം നടത്തി 2 വനിതാ SIമാർ IPS ഉദ്യോഗസ്ഥനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. DIG അജിത ബീഗം പോലീസ് മേധാവിക്ക് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകി. അതേസമയം പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കാട്ടി പത്തനംതിട്ട മുൻ SP വിജി വിനോദ് കുമാർ DGPക്ക് പരാതി നൽകി. പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന VG വിനോദ് കുമാറിനെതിരെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. നിലവിൽ അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലെ AIG ആണ്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാലത്ത് ജില്ലയിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിൽ ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയച്ചു എന്നാണ് പരാതി. 2 വനിതാ SIമാരാണ് ഈ പരാതി നൽകിയത്. DIG അജിത ബീഗത്തിനായിരുന്നു പരാതി ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം ഈ 2 വനിതാ SIമാരെ വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു. ഗുരുതരമായ ആരോപണങ്ങളാണ് വനിതാ SIമാർ മൊഴിയായി നൽകിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ വാട്സപ്പ് കോളുകൾ സ്വീകരിക്കാതിരുന്നാലോ അതല്ലെങ്കിൽ സന്ദേശത്തിന് പ്രതികരിക്കാതിരുന്നാലോ ഗുരുതരമായ ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടായി എന്നുള്ള ആരോപണവും ഈ മൊഴിയിലുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിനോദ് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയെ നേരിട്ട് കണ്ട് പരാതി നൽകി. ഈ തനിക്കെതിരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്.